നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം നവമസ്കന്ധം 11 അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡ ഭാഗത്തിലുള്ള കഥകൾ ഇവിടെ കണ്ടു. ഇനി അതിൻ്റെ ഒരു സമർപ്പണം, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്, ഉപസംഹാരമാണ്. കുറച്ച് ഭാഗം കൂടി കാണാനുണ്ട്. 36 ശ്ലോകങ്ങളുള്ള 11-ാം അധ്യായത്തിൽ നമ്മൾ 19 ശ്ലോകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി 17 ശ്ലോകങ്ങൾ കാണാനുണ്ട്. ആദ്യം വായിക്കാം 11-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 11-ോऽധ്യായഃ. ശ്രീശുക ഉവാച. ഭഗവാനാത്മനാത്മാനം രാമ ഉത്തമകൽപകൈഃ സർവദേവമയം ദേവം ഈചേ ആചാര്യവാന്മഖൈഃ. ഹോത്രയദദാദ്ദിശം പ്രാചീം ബ്രഹ്മണേ ദക്ഷിണാം പ്രഭുഃ അധ്വർയവേ പ്രതീചീം ച ഉദീചീം സാമഗായസഃ. ആചാര്യായ ദദൗ ശേഷാം യാവതീ ഭൂസ്തദന്തരാ മന്യമാന ഇദം കൃത്സ്നം ബ്രാഹ്മണോർഹതി നിസ്പൃഹഃ. ഇത്യയം തദലങ്കാരവാസോഭ്യാമവശേഷിതഃ. തദാ രാജ്ഞപി വൈദേഹി സൗമംഗല്യാവശേഷിതാ. തേ തു ബ്രഹ്മണ്യദേവസ്യ വാത്സല്യം വീക്ഷ്യ സംസ്തുതം പ്രീതാ ക്ലിന്നതിയസ്തസ്മൈ പ്രത്യർപ്യേദം ബഭാഷിരേ. അപ്രക്തം നസ്ത്വയാ കിം നു ഭഗവൻ ഭുവനേശ്വര യം നോ അന്തർഹൃദയം വിശ്യതമോഹംസി സ്വരോജിഷാ. നമോ ബ്രഹ്മണ്യദേവായ രാമായ കുണ്ഡമേധസേ ഉത്തമശ്ലോകദുര്യായ ന്യസ്തദണ്ഡാർപ്പിതാംഗ്രയേ. കഥാചിത് ലോകജിജ്ഞാസുഃ ഗൂഢോ രാത്ര്യാമലക്ഷിതഃ ചരൻ വാചോ അശൃണോദ് രാമോ ഭാര്യാമുദ്ദിശ്യ കസ്യചിത്. നാഹം ബിബർമി ത്വാം ദുഷ്ടാം അസതീം പരവേശ്മകാം സ്ത്രീലോഭീ വിപ്രിയാത് സീതാം രാമോ നാഹം ഭജേ പുനഃ. ഇതി ലോകാത് ബഹുമുഖാത് ദുരാരാധ്യാദസംവിദഃ
പത്യാ ഭീതേന സാ ത്യക്താ പ്രാപ്താ പ്രാജേതസാശ്രമം അന്തർവജ്ഞാഗതേ കാലേ യമൗ സാ സുഷുവേ സുതൗ കുശോലവൈദിഖ്യാദൗ തയോശ്ചക്രേ ക്രിയാമുനിഃ അംഗദശ്ചിത്രകേതുശ്ച ലക്ഷ്മണസ്യാത്മജൗ സ്മൃതൗ തക്ഷഃ പുഷ്കല ഇത്യാസ്താം ഭരതസ്യ മഹീപതേ സുബാഹുശ്രുതസേനശ്ച ശത്രുഘ്നസ്യ ബഭൂവതുഃ ഗന്ധർവാൻ കോടിശോ ജഘ്നെ ഭരതോ വിജയേ ദിശാം തദീയം ധനമാനീയ സർവം രാജ്ഞേ നിവേദയത് ശത്രുഘ്നശ്ച മധോഃ പുത്രം ലവണം നാമ രാക്ഷസം ഹത്വാ മധുവനേ ചക്രേ മധുരാം നാമ വൈപുരീം മുനൗ നിക്ഷിപ്യ തനയൗ സീതാ ഭർത്രാ വിവാസിതാം ധ്യായന്തി രാമചരണൗ വിവരം പ്രവിവേശഃ തത്ശ്രുത്വാ ഭഗവാൻ രാമോ രുന്ധന്നപി ധിയാ ശുചഃ സ്മരൻ തസ്യാ ഗുണാൻ താംസ്താൻ നാശക്നോ ദ്രോദ്ധുമീശ്വരഃ സ്ത്രീപും പ്രസംഗയേതാദൃക് സർവത്ര ത്രാസമാവഹഃ അപി ഈശ്വരാണാം കിമുത ഗ്രാമ്യസ്യ ഗൃഹഛേദസഃ തത ഊർധ്വം ബ്രഹ്മചര്യം ധാരയൻ അജുഹോത് പ്രഭുഃ ത്രയോദശാബ്ദസാഹസ്രം അഗ്നിഹോത്രം അഖണ്ഡിതം സ്മരതാം ഹൃദി വിന്യസ്യ വിദ്ധം ദണ്ഡകകണ്ഡകൈഃ സ്വപാദപല്ലവം രാമഃ ആത്മജ്യോതിരഗാത്തതഃ നേദം യശോരഘുപതേഃ സുരയാജ്ഞയാത്തലീലാതനോരധിക സാമ്യ വിമുക്തദാംനഃ രക്ഷോവദോ ജലതി ബന്ധനമസ്ത്രപൂഗൈഃ കിം തസ്യ ശത്രുഹനനേ കപയഃ സഹായാഃ യസ്യാമലം നൃപസദസ്സു യശോ അധുനാഭിഗായന്ത്യഗഗ്നം ഋഷയോ ദിഗ്വേന്ദ്രപട്ടം തം നാഗപാല വസുപാല കിരീടജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ സയൈ സ്പൃഷ്ടോപി ദൃഷ്ടോ വാ സംവിഷ്ടോനുഗതോപി വാ കോസലാസ്തേയയുസ്ഥാനം യത്ര ഗച്ഛന്തി യോഗിനഃ പുരുഷോ രാമചരിതം ശ്രവണൈരുപധാരയൻ ആനൃശംസ്യ പരോ രാജൻ കർമ്മബന്ധൈർവിമുച്യത്തെ രാജോവാച കഥം സ ഭഗവാൻ രാമോ ഭ്രാതॄൻ വാ സ്വയമാത്മനഃ തസ്മിൻ വാ തേന വർത്തന്ത പ്രജാഃ പൗരാശ്ച ഈശ്വരേ ശ്രീശുക ഉവാച അദാദിസദ്യുഗ്വിജയേ ഭ്രാതॄൻ ത്രിഭുവനേശ്വരഃ ആത്മാനം ദർശയൻ സ്വാനാം പുരീം ഐക്ഷതസാനുഗഃ ആസിക്തമാർഗാം ഗന്ധോദൈഃ കരിണാം മദശീകരൈഃ സ്വാമിനം പ്രാപ്തമാലോക്യ മത്താം വാസുതരാമിവ പ്രാസാദഗോപുരസഭാചൈത്യദേവഗൃഹാദിഷു വിന്യസ്തഹേമകലശൈഃ പദാഗാഭിശ്ച മണ്ഡിതാം പൂഗൈഃ സവൃന്ദൈരംബാഭിഃ പട്ടികാഭിः സുവാസസാം ആദർശൈരംശുഖൈः സ്രഗ്ഭിः കൃതകൗതുകതോരണാം തമുപേയുസ്തത്ര തത്ര പൗരാ അർഹണപാണയഃ ആശിഷോ യുയുചുർദേവ പാഹി മാം പ്രാക്ത്വയോദ്ധൃതാം തതഃ പ്രജാ വീക്ഷ്യ പതിം ചിരാഗതം ദിദൃക്ഷയോർസൃഷ്ടഗൃഹാ സ്ത്രിയോ നരാഃ ആരുഹ്യ ഹർമ്യാണ്യരവിന്ദലോചനം അതൃപ്തനേത്രാ കുസുമൈരവാഗിരൻ അധ പ്രവിഷ്ട സ്വഗൃഹം ജുഷ്ടം സ്വൈഃ പൂർവരാജഭിഃ അനന്താഖിലകോശാഢ്യം അനർഘ്യോരുപരിച്ഛദം വിദ്രുമോദുംബരദ്വാരൈർവൈഡൂര്യസ്തംഭപംക്തിഭിഃ സ്ഥലൈർമാരഗതൈः സ്വച്ഛൈः ബാധസ്ഫടികഭിത്തിഭിः ചിത്രസ്രഗ്ഭിः പട്ടികാഭിः വാസോ മണിഗണാം ശുകൈः മുക്താഫലൈശ്ചിതുല്ലാസൈः കാന്തകാമോപപത്തിഭിः ധൂപദീപൈः സുരഭിർമണ്ഡിതം പുഷ്പമണ്ഡനൈः സ്ത്രീപുംഭിः സുരസംഘാശൈർജുഷ്ടം ഭൂഷണഭൂഷണൈः തസ്മിൻ സ ഭഗവാൻ രാമഃ സ്നിഗ്ധയാ പ്രിയയേഷ്ടയാ രേമേ സ്വാരാമധീരാണാം ഋഷഭഃ സീതയാ കില ബുഭുജേ ച യഥാ കാലം കാമാൻ ധർമ്മമപീഡയൻ വർഷപൂഗാൻ ബഹൂൻ നൃണാം അഭിദ്യാദാംഗ്രിപല്ലവഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ശ്രീരാമോപാഖ്യാനി ഏകാദശോऽധ്യായഃ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം, സുസ്വാഗതം. അപ്പോൾ പത്താം അധ്യായത്തില് രാമായണം യുദ്ധകാന്ഡം, രാമാഭിഷേകം, രാമരാജ്യ ഭാരഫലം വരെ ഒരുവിധം സംഗ്രഹിച്ചു പറഞ്ഞു. അതിനുശേഷം 11-ാം അധ്യായത്തില് ഉത്തരകാണ്ഡത്തിലെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. രാമൻ അഭിഷേകം ചെയ്ത ശേഷം യാഗങ്ങൾ ചെയ്ത് ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് കൊടുത്തതും ആ ബ്രാഹ്മണർ തന്നെ രാമനെ ആ ഭൂമിയെല്ലാം തിരിച്ച് ഏൽപ്പിച്ചതും, അതിനുശേഷം രാമൻ പ്രച്ഛന്ന വേഷധാരിയായി രാത്രിയിൽ പ്രജകളുടെ അഭിപ്രായം അറിയാൻ നടക്കുന്ന സമയത്ത് ഒരു ഗൃഹത്തിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വഴക്ക് പറയുന്ന രംഗത്ത് കേട്ട കാര്യങ്ങൾ, ദുഷ്ടയായ അസതിയായ അന്യഗൃഹത്തിൽ പ്രവേശിച്ചവളായ നിന്നെ ഞാൻ സ്വീകരിക്കില്ല. വേണമെങ്കിൽ ആ സ്ത്രീലോപിയായ രാമൻ സീതയെ സ്വീകരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ള ആ ഒരു വചനം അത് കേട്ട് രാജാവായിട്ടുള്ള അദ്ദേഹം പ്രജകളുടെ നന്മയ്ക്കായിക്കൊണ്ട് രാജധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഭർതൃധർമ്മത്തെ ഉപേക്ഷിച്ചു. ഭാര്യയെ വനത്തിലാക്കി. അങ്ങനെ വാത്മീകി ആശ്രമത്തിലായി സീത. ഗർഭിണിയായിരുന്ന സീത 2 കുട്ടികളെ പ്രസവിച്ചു. ലവകുശന്മാർ അവർക്ക് വേണ്ട സംസ്കാര കർമ്മങ്ങളെല്ലാം വാൽമീകി മഹർഷി തന്നെ ചെയ്തു. അതുപോലെ ലക്ഷ്മണന്റെ 2 പുത്രന്മാരുടെ പേര് പറഞ്ഞു. അംഗദൻ, ചിത്രകേതു. ഭരതന്റെ പുത്രന്മാർ തക്ഷനും പുഷ്കലനും. സുബാഹു, ശ്രുതസേനൻ എന്നിവർ ശത്രുഘ്നന്റെ പുത്രന്മാരായി ഭവിച്ചു. പിന്നീട് ഭരതനും ശത്രുഘ്നനുമെല്ലാം ചെയ്ത പരാക്രമങ്ങളെ വർണ്ണിച്ചു. ദിഗ്വിജയകാലത്ത് ഭരതൻ ഗന്ധർവന്മാരെ കോടിക്കണക്കിന് വധിച്ചു. അവരുടെ ധനം കൊണ്ടുവന്ന് അശ്വമേധയാഗം ഗംഭീരമാക്കി. അതുപോലെ ശത്രുഘ്നൻ മധു എന്ന അസുരന്റെ പുത്രനായ ലവണനെ വധിച്ച് മധുരാപുരി നിർമ്മിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞു. അത് കഴിഞ്ഞ് സീതാദേവി ഭൂമിയിലേക്ക് അമ്മയുടെ വിരിമാറിലേക്ക് അല്ലെങ്കിൽ ഗർഭത്തിലേക്ക് തന്നെ തിരിച്ചു പോയ കഥയും പറഞ്ഞു. രാമനെ ധ്യാനിച്ചുകൊണ്ട് സീതാദേവി മടങ്ങിപ്പോയ കഥ അത് കേട്ട് രാമനും വല്ലാതെ ദുഃഖിച്ചു. എത്ര അടക്കാൻ ശ്രമിച്ചിട്ടും, വിവേകം കൊണ്ട്, ബുദ്ധി കൊണ്ട് തന്റെ ദുഃഖമടക്കാൻ ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ല. അപ്പോ രാമനെ പോലെ ഒരാൾക്ക്, ഈശ്വരനായിട്ടുള്ള ഒരാൾക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ പ്രാകൃതന്മാരായ ആളുകളുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് ഒരു ചോദ്യം കൂടി അവിടെ കവി ചോദിച്ചു. സീതാവിരഹത്തിന് ശേഷം പിന്നീട് രാമൻ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് 13,000 സംവത്സരം ഭൂമിയെ പരിപാലിച്ചു, അല്ലെങ്കിൽ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. തന്നെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ ആ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിച്ച് മുള്ളുകളേറ്റ് മുറിവേറ്റ ആ പാദപല്ലവത്തെ രാമൻ തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വിന്യസിച്ച് ആത്മജ്യോതിയെ ഗമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ 19-ാം ശ്ലോകം അവസാനിപ്പിച്ചത്. അതിനുശേഷം ആ രാമന്റെ മാഹാത്മ്യം പറയുന്നതാണ് 20ഉം
21 ശ്ലോകങ്ങൾ അതൊന്ന് നോക്കാം. അത് കഴിഞ്ഞ് തുടർന്ന് രാമചരിതം തന്നെ ചുരുക്കി ഒന്നുകൂടെ രാമൻ രാജ്യഭാരം നിർവഹിച്ചതിനെക്കുറിച്ചൊക്കെ പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യത്തിന് ഒന്നുകൂടെ മറുപടിയായിട്ട് രാമൻ അയോധ്യയിൽ വാണതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞു. നമുക്കത് കേട്ടുകൊണ്ട് അത് നോക്കിക്കൊണ്ട് ഈ അധ്യായം പൂർത്തീകരിക്കാം, രാമായണം ഉപസംഹരിക്കാം. 20-ാം ശ്ലോകം. നേദം യശോ രഘുപതേഃ സുരയാജ്ഞയാത്തലീലാതനോർ അധികസാമ്യ വിമുക്തധാംനഃ രക്ഷോവദോ ജലനിബന്ധനമസ്ത്രപൂഗൈഃ കിം തസ്യ ശത്രുഹനനേ കപയഃ സഹായാഃ. നേദം യശോ രഘുപതേഃ സുരയാജ്ഞയാത്തലീലാതനോഃ അധികസാമ്യ വിമുക്തധാംനഃ രക്ഷോവദോ ജലധി ബന്ധനമസ്ത്രപൂഗൈഃ കിം തസ്യ ശത്രുഹനനേ കപയഃ സഹായാഃ. നൈദം യശഃ. നൈദം യശഃ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് യശസ്സൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ കീർത്തിക്കുന്ന കീർത്തി സ്തുതിയല്ല ഇത്. അദ്ദേഹത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കാനാവുകയില്ല എന്ന് പറയണം. ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിനെ ഇകഴ്ത്തി പറയുകയാണ് ചെയ്തത് വാസ്തവത്തില് എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ആ രഘുപതി ആരാണ്? രഘുപതേഹ സുരയാജ്ഞയാ ആത്തലീലാതനോഹോ. സുരയാജ്ഞയാ, സുരന്മാരുടെ യാജ്ഞ കൊണ്ട്, ദേവന്മാരുടെ അഭ്യർത്ഥന കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് എന്തു ചെയ്തു? ആത്തലീലാതനോഹോ. ആത്തം പ്രാപ്ത ലീലാതനു അവതാര ശരീരം. അപ്പോ അവതാരം എടുത്ത് ക്രീഡിക്കാൻ വേണ്ടി ഒരു ശരീരമെടുത്തു, ഒരു മനുഷ്യ രൂപമെടുത്തു രാമൻ. എന്തിനു വേണ്ടി? ദേവന്മാരാൽ പ്രാർത്ഥിതനായിട്ട്. അതാണ് സുരയാജ്ഞയ ആത്തലീലാതനോഹോ രഘുപതേഹ ഇതെന്ന യശഃ. ഇത് അദ്ദേഹത്തിന് തിലകക്കുറി ചാർത്തുന്നതൊന്നുമല്ല, ഇത് അദ്ദേഹത്തിന്റെ യശസ്സൊന്നുമല്ല. കാരണം അദ്ദേഹം ആരാണ്? അധിക സാമ്യ വിമുക്ത ധാംനഃ. അദ്ദേഹത്തിന്റെ ധാമ എന്ന് പറഞ്ഞാൽ മഹത്വം, അദ്ദേഹത്തിന്റെ സ്വരൂപം എന്നൊക്കെ അർത്ഥമാണ്. അത് അധിക സാമ്യ വിമുക്തമാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, മഹത്വം അധികം, അതിനേക്കാൾ അധികമുള്ളവരാരുമില്ല, സാമ്യമുള്ളവരും ആരുമില്ല. രാമനേക്കാൾ വലിയവരായിട്ട് ആരുമില്ല, രാമനൊപ്പം നിർത്താനുള്ളവരും ആരുമില്ല. അതാണ് അധിക വിമുക്തധാമ, സാമ്യ വിമുക്തധാമ രാമഃ. He has no equal or nobody is above him. രാമനേക്കാൾ വലിയവനായിട്ടും അധികം കീർത്തിയുള്ളവരോ അധികം പ്രാഗൽഭ്യമുള്ളവരോ അധികം പ്രാഭവമുള്ളവരോ ആയിട്ട് ആരുമില്ല, സമാനന്മാരായിട്ടും ആരുമില്ല. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സമാനതകളില്ലാത്ത, താരതമ്യമില്ലാത്ത, മഹാത്മ്യമേറിയ, പ്രാഭവമേറിയ മനുഷ്യ ശരീരം എടുത്ത് ലീല ചെയ്തതായിട്ടുള്ള രഘുപതിക്ക് ഈ ചെയ്തതൊന്നും കീർത്തിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് യശസ്സൊന്നുമല്ല. ഏതൊക്കെയാണ്? രക്ഷോവധഃ ജലധിബന്ധനം അസ്ത്രപൂഗൈഃ. ഏതൊക്കെയാണ് അദ്ദേഹത്തിന് യശസ്സല്ല? രക്ഷോവധഃ രാക്ഷസവധഃ. രാക്ഷസന്മാരെ വധിച്ചത് അദ്ദേഹത്തിന് ഒരു പൊൻതൂവലൊന്നുമല്ല. അതൊക്കെ നിസ്സാര കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. നിസ്സാര കാര്യം ചെയ്തതിനെ ആരെങ്കിലും പുകഴ്ത്തി പറയുമോ? അല്ലേ? വലിയ ലോകമല്ലന്മാരെയൊക്കെ മലർത്തിയടിക്കുന്ന ഗുസ്തി ചാമ്പ്യൻ ഏതെങ്കിലും ലോക്കൽ ഒരു കൊച്ചു കുട്ടിയോട് കളിക്കുമ്പോൾ അയാളെ മലർത്തിയടിച്ചു എന്നുള്ളത് വലിയ യശസ്സിന് കാരണമാകുമോ?
അതുപോലെ വലിയ വലിയ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ അത് അവർക്ക് യശസ്സൊന്നുമല്ല, അത് അവർക്ക് അത് പറയുന്നത് തന്നെ മോശമാണ്. ഇത്രയും നിസ്സാര കാര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുക. അപ്പൊ രക്ഷോപഥം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമല്ല. അസ്ത്രപൗകൈഹി ജലതിബന്ധനം, അസ്ത്ര സമൂഹങ്ങളെ കൊണ്ട് സമുദ്രത്തെ ബന്ധിച്ചത്, സേതുബന്ധനം ചെയ്യാൻ ഒരുമ്പെട്ടത്, അതൊന്നും വലിയ കാര്യമേ അല്ല. അപ്പൊ പിന്നെ തസ്യ ശത്രുഹനനെ കപയ സഹായാഹ കിം, ശത്രുക്കളെ ഹനിക്കാനായിക്കൊണ്ട് കപികൾ സഹായം ആവശ്യമുണ്ടോ? ഈ മഹാത്മ്യമേറിയ പ്രഭാവമേറിയതായിട്ടുള്ള ഭഗവാന് രാവണാദി ശത്രുക്കളെ വധിക്കാനായിട്ട് വാനരന്മാരുടെ സഹായം ഒട്ടും ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ വാനരന്മാരുടെ സഹായം സ്വീകരിച്ചത്? വാനരന്മാർക്ക് അവസരം കൊടുത്തതാണ്. വാനരന്മാർക്ക് ഭഗവാനെ സേവിക്കാനുള്ളതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. വാനരന്മാരെ അനുഗ്രഹിക്കുകയാണ് അതിലൂടെ ചെയ്തത്. അവരുടെ യശസ്സും ഇപ്പോഴും അല്ലേ, സുഗ്രീവന്റെയും ഹനുമാൻ സ്വാമിയുടെയും ജാംബവാന്റെയും അങ്കദന്റെയും നീലന്റെയും നളന്റെയും മൈന്ദവിവിധന്മാരുടെയും എല്ലാവരുടെയും യശസ് ഇപ്പോഴും എല്ലാരാലും പുകഴ്ത്തപ്പെടുന്നു. അപ്പൊ അവർക്കും ചാൻസ് കൊടുത്തതാണ്, അവരെയും ഭഗവാൻ അനുഗ്രഹിച്ചതാണ്, ഭഗവാനെ സഹായിച്ചു എന്ന് വരുത്തി തീർത്ത് അവരെയും കേമന്മാരാക്കി തീർത്തു. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ ഈ വാനരന്മാരുടെ സഹായമൊന്നും ആവശ്യമില്ല. അദ്ദേഹം സങ്കല്പം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യാൻ ശക്തനായിട്ടുള്ള പ്രഭുവാണ്. ദേവന്മാർ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം മനുഷ്യ ശരീരം എടുത്തു വന്ന് നാടകം കളിച്ചതാണ്. അദ്ദേഹത്തിന്റെ തുല്യനായിട്ടോ അദ്ദേഹത്തെക്കാൾ കേമനായിട്ടോ ലോകത്തിൽ ആരുമില്ല. അപ്പൊ പിന്നെ ഇത് യശസ്സായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് വാസ്തവത്തിൽ അവതാരലീല. അവതാരലീല എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ അനന്ത സ്വരൂപത്തിന് ഒരു കളങ്കമാണത്. ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അനന്തനായിരിക്കുന്ന ഭഗവാൻ അവതാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വയം ചെറുതായി വരികയാണ്. അവതരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതായി വരികയാണ്. അതിലൂടെ ചെയ്യുന്ന ലീലകളൊക്കെ ചെറിയ ലീലകളാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം തന്നെ ഏറ്റവും ചെറിയ ലീലയാണ് അദ്ദേഹത്തിന്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ലീലകളൊക്കെ. അപ്പൊ അതുകൊണ്ട് യശസ്സായിട്ടൊന്നും പറയണ്ട എന്ന് പറയുകയാണ്. നേദം യശോ രഘുപതേഃ സുരയാജ്ഞയാത്തലീലാതനോരധിക സാമ്യ വിമുക്തദാംനഃ രക്ഷോപദോ ജലതി ബന്ധനമസ്ത്രപൂഗൈഃ കിം തസ്യ ശത്രുഹനനേ കപയഃ സഹായാഃ. അപ്പോ രാമന് വാസ്തവത്തിൽ ശത്രുഹനനത്തിന് കപികളുടെ സഹായം ഒന്നും ആവശ്യമില്ല. എങ്കിലും നാടകത്തിൽ അവർക്കും കൂടി റോള് കൊടുത്തു. അപ്പോൾ അതുപോലെയാണ് നമ്മൾക്കും ഓരോരോ വേഷം ഭഗവാൻ തന്നിരിക്കുന്നത്. ഭഗവാന്റെ ഒപ്പം കളിക്കാൻ ഭഗവാൻ ഓൾറെഡി ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്തിട്ടുണ്ട്. ഇതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ കാലാകാലങ്ങളിൽ സംഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓടുന്ന ട്രെയിനിലേക്ക് നമ്മളെയും കൂട്ടിയിട്ടുണ്ട്, ഫ്രീ ടിക്കറ്റും തന്നിട്ട്. നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് ഓടിക്കളിക്കാം അല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് ഓടാം. ഓടിക്കുന്നത് ഭഗവാനാണ് എങ്കിലും നമ്മളും ഓടിക്കുന്നു എന്ന് വിചാരിക്കാം. ഉള്ളിൽ കിടന്ന് ഓടിയിട്ട് ഈ ട്രെയിനിനെ സഹായിക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് ആ ഒരു അണ്ണാരക്കണ്ണനും ഭഗവാൻ അവസരം കൊടുത്തു, അനുഗ്രഹിച്ചു. അതുപോലെ നമ്മൾക്കും അണ്ണാരക്കണ്ണന്മാർക്കും ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി സംഹാര ലീലയിൽ ചില അവസരം നൽകിയിരിക്കുന്നു. അതിനെ നമുക്ക് വളരെ ആ സ്വാമിക്ക് സന്തോഷമാകുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം അല്ലേ? വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം. അത് തന്നെ ഇവിടെ വേണ്ടു.
യസ്യാമലം നൃപസദസ്സു യശോധുനാപി ഗായന്ത്യഗഗ്നം ഋഷയോ ദിഗിഭേന്ദ്രപട്ടം തം നാഗപാല വസുപാല കിരീടജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ. യസ്യാമലം നൃപസദസ്സു യശോധുനാപി ഗായന്ത്യഗഗ്നം ഋഷയോ ദിഗിഭേന്ദ്രപട്ടം തം നാഗപാല വസുപാല കിരീടജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ. ശ്രീ ശുകബ്രഹ്മർഷി ആ ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ചുകൊണ്ട് രാമായണ കഥ ഉപസംഹരിക്കുകയാണ്. തം രഘുപതിം ശരണം പ്രപദ്യേ, ആ രഘുപതിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ആ രഘുപതി കീദൃശ നാഗപാല വസുപാല കിരീടജുഷ്ടപാദാംബുജം. ആ രഘുപതിയുടെ പാദകമലം എങ്ങനെയുള്ളത്? നാഗപാല വസുപാല കിരീട ജുഷ്ടപാദാംബുജം. നാഗപാലന്മാർ വസുപാലന്മാർ എന്നിവരുടെ കിരീടങ്ങളാൽ സേവിക്കപ്പെടുന്നത്. നാഗപാലന്മാർ എന്ന് പറഞ്ഞാൽ സ്വർഗലോകപാലകന്മാർ, ഇന്ദ്രാദികള്. വസു എന്ന് പറഞ്ഞാല് ധനം. അപ്പോ നവനിധികളെ പരിപാലിക്കുന്ന കുബേരൻ മുതലായവരാലും കുബേരൻ മുതലായവരാലും എന്താ പറയാ, അവരുടെ കിരീടങ്ങളാൽ, കിരീട ജുഷ്ടപാദാംബുജം, കിരീടങ്ങളാൽ സേവിക്കപ്പെടുന്ന പാദകമലങ്ങൾ എന്ന് പറഞ്ഞാല് ദേവന്മാരും കുബേരാദികളും ഒക്കെ ആരുടെ പാദകമലങ്ങളിൽ കിരീടം മുട്ടിച്ച് നമസ്കരിക്കുന്നുവോ അങ്ങനെയുള്ള മഹത്വമേറിയ പാദങ്ങളോടുകൂടിയ രഘുപതിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇനി ആ രഘുപതി എങ്ങനെയുള്ള യശസ്സോടുകൂടിയവൻ എന്നുകൂടി ആദ്യത്തെ 2 വരിയില് സൂചിപ്പിച്ചു. യസ്യ അമലം യശഃ, ഏതൊരുവന്റെ നിർമ്മലമായ യശസ് നൃപസദസ്സു അധുനാ അപി ഗായന്തി. നൃപസദസ്സു, രാജാക്കന്മാരുടെ സദസ്സുകളിൽ അധുനാ അപി ഗായന്തി, ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ളത്? അഗഗ്നം എന്ന് പറയുന്നു. ആ രാമന്റെ യശസ് എങ്ങനെയുള്ളതാണ്? അഗഗ്നം. കേൾക്കുന്നവരുടെ പാപങ്ങളെയെല്ലാം ഹനിക്കുന്നത്, പാപങ്ങളെയെല്ലാം നശിപ്പിച്ച് ശുദ്ധരാക്കുന്നത്. ദിഗിബേന്ദ്രപട്ടം എന്നും കൂടി പറഞ്ഞു. ദിഗിബേന്ദ്രപട്ടമാണ് രാമന്റെ യശസ് എന്ന് പറഞ്ഞാലോ. ദിഗിബങ്ങൾ എന്നാൽ ദിഗ്ഗജങ്ങൾ. ഇഭം ആനയാണ്, ഗജമാണ്. ദിഗിബങ്ങൾ ദിഗ്ഗജങ്ങൾ. അവയ്ക്ക് പട്ടം എന്ന് പറഞ്ഞാൽ അവയുടെ നെറ്റിപ്പട്ടം പോലെ അലങ്കാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദിഗ്ഗജങ്ങൾ എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ എക്സ്ട്രീം എൻഡിൽ പരിപാലിക്കുന്നവരാണ്. അപ്പൊ അവരുടെ നെറ്റിയിൽ ചെന്ന് ചാർത്തായി രാമന്റെ യശസ് ശോഭിക്കുന്നു, നെറ്റിച്ചാർത്തായി ശോഭിക്കുന്നു. അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. രാമന്റെ യശസ് ദിഗ്ഗജങ്ങളുടെ നെറ്റിയിൽ പട്ടമായി ചാർത്തി വെച്ചിട്ടുണ്ട്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ മാഹാത്മ്യം. അപ്പൊ എല്ലാ ദിക്കുകളിലും രാമന്റെ യശസ് മാറ്റൊലിക്കൊള്ളുന്നു, എല്ലായിടത്തും മുഴങ്ങുന്നു, എല്ലായിടത്തും എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് രാമന്റെ യശസ് ഇല്ലാത്തത് എന്ന് സൂചിപ്പിക്കാനാണ് ദിഗ്ഗജങ്ങളുടെ നെറ്റിച്ചാർത്തായി ശോഭിക്കുന്ന ആ രാമന്റെ യശസ് രാജകീയ സദസ്സുകളിലെല്ലാം ഇന്നും ഗാനം ചെയ്യപ്പെടുന്നു. കേൾക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതാണത്. ആരാണ് ഗാനം ചെയ്യുന്നത്? ഋഷയഃ. ഋഷയഃ ഒന്നും പ്രതീക്ഷിക്കാതെ, അല്ലേ? ഋഷികൾ എന്ന് പറഞ്ഞാൽ നിസ്സംഗന്മാരായിട്ടുള്ളവരാണ്, നിസ്വന്മാരായിട്ടുള്ളവരാണ്. അവർക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല, വേറെ ഒന്നും ഇതിനേക്കാളും യോഗ്യമായിട്ട് ചെയ്യാനില്ല എന്ന് കരുതുന്നത് കൊണ്ട് രാമന്റെ യശസ് പാടുക എന്നതാണ് ഈ ലോകത്തിലേക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് മാർക്കണ്ഡേയാദി ഋഷീശ്വരന്മാർ, മാർക്കണ്ഡേയൻ എല്ലാ സദസ്സിലും രാമായണം പാടുന്ന ആളാണ്. മഹാഭാരതത്തിലെ യുധിഷ്ഠിരന് മാർക്കണ്ഡേയനാണ് രാമായണം പറഞ്ഞു കൊടുക്കുന്നത്. മറ്റു പല പുരാണങ്ങളിലും മാർക്കണ്ഡേയൻ രാമായണം പറയുന്നതായിട്ട് സൂചനയുണ്ട്. അപ്പോ മാർക്കണ്ഡേയാദി ഋഷീശ്വരന്മാരാൽ ഇന്നും രാജസദസ്സുകളിൽ പാടപ്പെടുന്നതും എല്ലാ ദിക്കുകളിലും
പരിലസിക്കുന്നതുമായ അല്ലെങ്കിൽ ദിഗ്ഗജങ്ങളുടെ നെറ്റിച്ചാർത്തായി ശോഭിക്കുന്നതുമായിട്ടുള്ള രാമന്റെ യശസ് കേൾക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള രാമന്റെ പാദാരവിന്ദങ്ങൾ നാഗപാലന്മാരാലും കുബേരാദികളാലും അവരുടെ കിരീടങ്ങളാൽ സേവിക്കപ്പെടുന്നു. ആ രാമനെ, ആ രഘുപതിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അഹം ശരണം പ്രപദ്യേ എന്ന് പറഞ്ഞുകൊണ്ട് രാമകഥ ഉപസംഹരിക്കുകയാണ്. യസ്യാമലം നൃപസദസ്സു യശോധുനാപി ഗായന്ത്യഗഗ്നമൃഷയോ ദിഗിഭേന്ദ്രപട്ടം തം നാഗപാല വസുപാല കിരീട ജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ. യൈ സംസ്പൃഷ്ടോ വിദൃഷ്ടോ വാ സംവിഷ്ടോനുഗതോപി വാ കോസലാസ്തേ യയുസ്ഥാനം യത്ര ഗച്ഛന്തി യോഗിനഃ. യൈ സംസ്പൃഷ്ടോ വിദൃഷ്ടോ വാ സംവിഷ്ടോനുഗതോപി വാ കോസലാസ്തേ യയുസ്ഥാനം യത്ര ഗച്ഛന്തി യോഗിനഃ. അപ്പോ കോസലാഹ എന്ന് പറഞ്ഞാൽ കോസല ദേശവാസികൾ, അയോധ്യവാസികൾ, കോസല സാമ്രാജ്യവാസികൾ, അവര് എല്ലാവരും തന്നെ യോഗികളുടെ സ്ഥാനത്തെ പ്രാപിച്ചു. എങ്ങനെ? രാമനെ സ്പർശിച്ചിട്ടോ, രാമനെ നന്നായി കണ്ടിട്ടോ, രാമൻ ഇരിക്കുന്നിടത്തേക്ക് പ്രവേശിച്ചിട്ടോ, രാമനെ അനുഗമിച്ചിട്ടോ, എന്നുവെച്ചാൽ രാമനെ തന്നെ കണ്ടുകൊണ്ടും രാമനെ അനുഭവിച്ച് രാമനെ സ്പർശിച്ചുകൊണ്ടും രാമൻ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ടും രാമനെ അനുസരിച്ച് പുറകിൽ പോയിട്ടും എന്നൊക്കെയാണ്. യൈഹി സംസ്പൃഷ്ട, യൈഹി യാതൊരു കോസലന്മാരാൽ സംസ്പൃഷ്ട സ്പർശിക്കപ്പെട്ടുവോ, രാമൻ സ്പർശിക്കപ്പെട്ടുവോ എന്നർത്ഥം. സ്നേഹപൂർവം രാമനെ ആലിംഗനാദികൾ ചെയ്യുക, സ്പർശിക്കുക, പാദസ്പർശാദികൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നവരും, അതുപോലെ അഭിദൃഷ്ട നല്ലതുപോലെ നേരിൽ കാണുക, നേരിൽ നിന്ന് രാമനെ കാണുക, ദർശനം ചെയ്യുക, അതുപോലെ സംവിഷ്ട ഒരുമിച്ച് പ്രവേശിക്കുക, ഒരുമിച്ച് വസിക്കുക എന്നൊക്കെ അർത്ഥം. രാമനുമായി ചേർന്ന് ഒരേ ദേശത്തിൽ വസിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അനുഗത അപി രാമന്റെ പിന്നാലെ നടക്കുക, രാമനെ അനുസരിക്കുക. അങ്ങനെ ആരൊക്കെ ചെയ്തുവോ തേ കോസലാഹ ആ കോസലന്മാർ, ആ കോസല ദേശവാസികൾ, യോഗിനഃ യത്ര ഗച്ഛന്തി തത്സ്ഥാനം യയുഹു. യോഗിനഃ യത്ര ഗച്ഛന്തി, യോഗികളെല്ലാം ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നുവോ, ഏതൊരു ഭഗവത് പദത്തെ, ഏതൊരു വൈകുണ്ഠ സ്ഥാനത്തെ, ഏതൊരു ആത്മബോധത്തെ പ്രാപിക്കുന്നുവോ തൽസ്ഥാനം യയുഹു, ആ സ്ഥാനത്തെ ഇവരും പ്രാപിച്ചു. അപ്പൊ രാമനെ കാണുക, രാമനെ സ്പർശിക്കുക, രാമനെ സേവിക്കുക, രാമനോടൊപ്പം വസിക്കുക മുതലായത് ചെയ്ത എല്ലാ അയോധ്യ അല്ലെങ്കിൽ കോസല ദേശവാസികളും പുനരാവൃത്തിയില്ലാത്ത യദ്ഗത്വാ നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള സംസാരത്തിലേക്ക് മടങ്ങി വരവില്ലാത്ത ആ ഒരു തലത്തിലേക്ക് അവരെല്ലാം ഉയർന്നു, എല്ലാവരും മുക്തരായി തീർന്നു എന്നർത്ഥം. പുരുഷോ രാമചരിതം ശ്രവണൈരുപധാരയൻ ആനൃശംസ്യ പരോ രാജൻ കർമ്മബന്ധൈർവിമുച്യത്തെ. പുരുഷോ രാമചരിതം ശ്രവണൈരുപധാരയൻ ആനൃശംസ്യ പരോ രാജൻ കർമ്മബന്ധൈർവിമുച്യത്തെ. പുരുഷഃ രാമചരിതം ശ്രവണൈഹി ഉപധാരയൻ. ഏതൊരു പുരുഷനാണോ, ഏതൊരു മനുഷ്യനാണോ, സ്ത്രീയുമാവാം, രാമചരിതം രാമന്റെ ചരിതത്തെ ശ്രവണൈഹി ശ്രോത്രേന്ദ്രിയങ്ങളാൽ ഉപധാരയൻ സ്വീകരിച്ചിട്ട്, ധരിച്ചിട്ട്, വേണ്ടതുപോലെ ധരിച്ചിട്ട്, ആനൃശംസ്യ പരഹ, ആനൃശംസ്യം എന്ന് പറഞ്ഞാൽ ക്രൂരത, ഹിംസ അല്ല, ഇവിടെ ആനൃശംസ്യ പര, നൃശംസ എന്ന് പറഞ്ഞാല് ക്രൂരതയാണ്. ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആനൃശംസ്യ പരഹ എന്ന് പറയുന്നത്. ആനൃശംസ്യത്തിൽ താല്പര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഹിംസ വെടിഞ്ഞവൻ എന്നർത്ഥം. പരപീഡ ക്രൂരപ്രവൃത്തികളെല്ലാം വെടിഞ്ഞിരിക്കുന്നവൻ. അങ്ങനെയുള്ള പുരുഷൻ എന്ന് വെച്ചാൽ ഹിംസ ചെയ്യാതെ ഈ രാമചരിതത്തെ ശ്രവിക്കുന്നവർ കർമ്മബന്ധൈഹി വിമുച്യത്തെ,
അവർ കർമ്മബന്ധങ്ങളിൽ നിന്ന്, സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തരായി തീരുന്നു. അപ്പോൾ രാമകഥ കേട്ടിട്ടുള്ള ഒരാള് ക്രൂരവൃത്തികളെല്ലാം ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിച്ച് രാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുക്തരായിത്തീരുന്നു, കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരായിത്തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശുകബ്രഹ്മർഷി രാമകഥ, രാമായണം ഉപസംഹരിച്ചു. അപ്പൊ നമ്മുടെ പരീക്ഷിത്ത് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. രാജോവാച കഥം സ ഭഗവൻ രാമോ ഭ്രാതൃൻ വാ സ്വയമാത്മനഃ തസ്മിൻ വാ തേ അന്വവർത്തന്ത പ്രജാഃ പൗരാശ്ച ഈശ്വരേ. രാജോവാച കഥം സ ഭഗവൻ രാമോ ഭ്രാതൃൻ വാ സ്വയമാത്മനഃ തസ്മിൻ വാ തേ അന്വവർത്തന്ത പ്രജാ പൗരാശ്ച ഈശ്വരേ. എത്ര കേട്ടിട്ടും പരീക്ഷിത്ത് രാജാവിന് മതിയാവുന്നില്ല രാമകഥ. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യം ഇടയ്ക്ക് കയറി പിന്നെയും ചോദിക്കണം. രാജാവ് ഉവാച, പരീക്ഷിത്ത് ഉവാച, ഹേ ഭഗവൻ, സർവജ്ഞനായ സുഖബ്രഹ്മർഷേ എന്നർത്ഥം. ഹേ ഭഗവൻ, സഹ രാമഃ, ആ രാമൻ, ആത്മനഃ ഭ്രാതൃൻ പതി കഥം അന്വവർത്തത. ആത്മനഃ ഭ്രാതൃൻ പതി, തന്റെ ഭ്രാതാക്കളുടെ നേർക്ക്, കഥം അന്വവർത്തത, എപ്രകാരമാണ് അനുവർത്തിച്ചത്, ആ ജ്യേഷ്ഠൻ അനുജന്മാരെ എങ്ങനെയാണ് കൊണ്ടു നടന്നത്, എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെയാണ് അവരോട് പെരുമാറിയത് എന്നൊക്കർത്ഥം. ആത്മനഃ ഭ്രാതൃൻ പ്രതി രാമഃ കഥം അന്വവർത്തത. നീ സ്വയം കഥം അന്വവർത്തത. സ്വയം എന്ന് പറഞ്ഞാൽ താൻ തന്നെ കഥം എപ്രകാരമാണ് അനുവർത്തിച്ചത്, രാമന്റെ ജീവിതം എപ്രകാരമായിരുന്നു, രാമന്റെ ശീലങ്ങളും സ്വഭാവങ്ങളും എന്തായിരുന്നു. ഇനി തേവാ തസ്മിൻ കഥം അന്വവർത്തന്ത. തേവ അവരും സഹോദരന്മാരും മറ്റുമൊക്കെ, തസ്മിൻ അവനിൽ, രാമന്റെ നേർക്ക്, കഥം അന്വവർത്തന്ത എങ്ങനെ അനുവർത്തിച്ചു. പ്രജാഹ പൗരാഹ ച ഈശ്വരേ കഥം അന്വവർത്തന്ത. ആ നാട്ടിലെ പ്രജകളും പൗരന്മാരും, പ്രജകൾ എന്ന് പറഞ്ഞാൽ മൊത്തം കോസല രാജ്യത്തിലെ പ്രജകള്, പൗരന്മാരെന്ന് പറഞ്ഞാൽ അയോധ്യ എന്ന പുരത്തിൽ വസിക്കുന്നവർ പൗരന്മാര്, പുരേ വസിക്കുന്നവർ പൗരന്മാര്, മൊത്തത്തിൽ കോസല സാമ്രാജ്യത്തിൽ വസിക്കുന്നവർ പ്രജ. അപ്പൊ പ്രജകളും പൗരന്മാരും ഈശ്വരനായ, അവരുടെ നാഥനായ രാമന്റെ നേർക്ക് കഥം അന്വവർത്തന്ത. എന്തായിരുന്നു അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് അവർ തമ്മിൽ പെരുമാറിയിരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ പരീക്ഷിത്ത് രാജാവ് ചോദിക്കണം. അർജുനന്റെ പൗത്രനല്ലേ, എന്തായാലും അഭിമന്യു പുത്രനല്ലേ. അപ്പോ രാമന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിതപ്രജ്ഞന്റെ പെരുമാറ്റം തന്നെയാണ്. ഒരു സ്ഥിതപ്രജ്ഞൻ തന്റെ ചുറ്റുമുള്ളവരോട് എങ്ങനെ സ്നേഹപൂർവം പെരുമാറുന്നു, അദ്ദേഹത്തെയും ചുറ്റുമുള്ളവർ എങ്ങനെ ബഹുമാനപൂർവം സ്നേഹപൂർവം കാണുന്നു, അദ്ദേഹത്തോട് അവരും ചേർന്ന് പോകുന്നു എന്നുള്ളതിന് മറുപടിയാണ് ഇനി ശുകബ്രഹ്മർഷി പറയുന്നത്. ശ്രീ ശുകവാച അഥാദിശദ്വിഗ്ജയേ ഭ്രാതൃൻ ത്രിഭുവനേശ്വരഃ ആത്മാനം ദർശയൻ സ്വാനാം പുരീം ഐക്ഷതസാനുഗഃ. ശ്രീശുക ഉവാച അഗാദിശദ്ദിഗ്വിജയേ ഭ്രാതൃൻ ത്രിഭുവനേശ്വരഃ ആത്മാനം ദർശയൻ സ്വാനാം പുരീം ഐക്ഷതസാനുഗഃ. ശ്രീശുക ഉവാച, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. അഥ ആദിശത് ദിഗ്വിജയേ ഭ്രാതൃൻ ത്രിഭുവനേശ്വരഃ. ത്രിഭുവനേശ്വരഃ, 3 ലോകത്തിന്റെയും ഉടമസ്ഥനാണ് രാമൻ. ഇപ്പൊ ഇവിടെ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി വാഴുന്നു, കോസലേന്ദ്രനായി വാഴുന്നു. അങ്ങനെയുള്ള അദ്ദേഹം
ഭ്രാതൃൻ ദിഗ്വിജയെ ആദിശത്ത്. അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുത്ത ശേഷം, അഭിഷേകം ചെയ്ത ശേഷം, ഭ്രാതൃൻ തന്റെ സഹോദരന്മാർ 3 പേരെയും ദിഗ്വിജയെ ആദിശത്ത്, ദിഗ്വിജയത്തിൽ ആദേശിച്ചു. എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ രാജ്യത്തെ വിപുലമാക്കുവാനായിക്കൊണ്ട്, തന്റെ സ്വാധീനത്തിൽ തന്നെ നിർത്തുവാനായിക്കൊണ്ട്, എല്ലാ രാജാക്കന്മാരെയും തന്റെ മേധാവിത്വം അംഗീകരിപ്പിക്കാനായിക്കൊണ്ട്, എല്ലാവരും രാമരാജ്യത്തിന്റെ കീഴിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനായിക്കൊണ്ട് അനുജന്മാരെ ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അനുജന്മാർ ദിക്കുകളിലേക്ക് പോയി എന്ന് പറയുന്നതിലൂടെ തന്നെ എത്ര ജ്യേഷ്ഠനെ അനുവർത്തിക്കുന്ന, അനുസരിക്കുന്ന അനുജന്മാരാണ് എന്ന് വ്യക്തമാവുകയാണ്. അപ്പൊ രാജാവായിട്ട്, ചക്രവർത്തിയായിട്ട് രാമൻ വാഴുന്നു. അനുജന്മാരെല്ലാം ജ്യേഷ്ഠന്റെ നല്ല അനുസരണയുള്ള അനുജന്മാരായി ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നവരായിരുന്നു എന്ന് താല്പര്യം. തുടർന്ന് ആത്മാനം ദർശയൻ സ്വാനാം പുരീം ഐക്ഷത സാനുഗഃ. രാമൻ എന്ത് ചെയ്തു? സ്വാനാം എന്ന് പറഞ്ഞാൽ സ്വകീയാനാം സ്വപ്രജാനാം, തന്റെ പ്രജകൾക്ക് ആത്മാനം ദർശയൻ, തന്നെ നേരിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട്, എന്ന് വെച്ചാൽ എല്ലാവർക്കും രാമനെ എപ്പോഴും കാണാം. രാമൻ ഏതെങ്കിലും എന്താ പറയുക ദന്തഗോപുരത്തിലോ അല്ലെ കണ്ണാടി മാളികയിലോ ഇരിക്കുന്ന ആളല്ല. രാമൻ അവൈലബിൾ, അക്സസിബിൾ. ഏത് കാര്യത്തിനും രാമനെ ആർക്കും സമീപിക്കാമെന്നർത്ഥം. അതാണ് സ്വാനാം ആത്മാനം ദർശയൻ പുരീം സാനുഗഃ ഐക്ഷത. ആ പുരിയെ, അയോധ്യാപുരിയിലൊക്കെ രാമൻ സ്വയം സഞ്ചരിച്ചുകൊണ്ട് ഈക്ഷിച്ചു. ഐക്ഷത എന്ന് പറഞ്ഞാൽ മേൽനോട്ടം നോക്കി. സാനുഗഃ അനുഗന്മാരോടുകൂടെ, മന്ത്രിമാരോടും മറ്റുമൊക്കെ ആയിട്ട് രാമൻ തന്നെ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ പ്രജകളുടെ ക്ഷേമാന്വേഷണം നേരിട്ട് തന്നെ നടത്തിയിരുന്നു. അപ്പൊ പ്രജകൾക്ക് അവരുടെ ആവശ്യങ്ങള്, അവരുടെ പ്രശ്നങ്ങള് എല്ലാം അപ്പപ്പോ അറിയിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനുള്ള എന്താ പറയുക, രാമൻ അത്രയും ഡൗൺ ടു എർത്ത്, എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു എന്ന് താല്പര്യം. നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ പോലും അങ്ങനെ അവൈലബിൾ അല്ല അല്ലേ? അവരൊക്കെ വലിയ ദന്തഗോപുരത്തിലിരിക്കുകയും വലിയ വലിയ 40 വണ്ടികൾ മുമ്പിൽ പാഞ്ഞുകൊണ്ട്, വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും തടഞ്ഞാൽ അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പായുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ജനാധിപത്യം എന്ന പേര്. ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർ അല്ലേ? അപ്പൊ ഏതായിരുന്നു നല്ലത്, രാമന്റെ ഭരണമോ ഇപ്പോഴുള്ള രാവണന്മാരുടെ ഭരണമോ? അപ്പോ അദാദിസദ്ദിഗ്വിജയേ ഭ്രാതൃൻ ത്രിഭുവനേശ്വരഃ ആത്മാനം ദർശയൻ സ്വാനാം പുരീമൈക്ഷതസാനുഗഃ ആസിക്തമാർഗാം ഗന്ധോദൈഃ കരിണാം മദശീകരൈഃ സ്വാമിനം പ്രാപ്തമാലോക്യ മത്താം വാസുതരാമിവ. ആസിക്തമാർഗാം ഗന്ധോദൈഃ കരിണാം മദശീകരൈഃ സ്വാമിനം പ്രാപ്തമാലോക്യ മത്താം വാസുതരാമിവ. ആ രാജ്യത്ത് പ്രജകൾ എത്ര സന്തുഷ്ടരായിരുന്നു, രാമനെ അവരെങ്ങനെ സ്വീകരിച്ചു, നഗരങ്ങളൊക്കെ എത്ര ഐശ്വര്യപൂർണമായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് പറയാണ്. മാർഗങ്ങളെല്ലാം ആസിക്തം, ആസിക്തം ആസമന്താത് സിക്തം, സേചനം കൃതം എന്നർത്ഥം, നന്നായിട്ട് നനയ്ക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? ഗന്ധോദൈഹി, ഗന്ധ ഉദകങ്ങളെ കൊണ്ട്, എന്ന് വെച്ചാൽ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത ജലം കൊണ്ട്. അപ്പൊ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തിട്ടുള്ള നല്ല ജലങ്ങളെ കൊണ്ട് മാർഗങ്ങൾ ആസിക്തം, സേചനം ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ ഏതു വഴിക്ക് പോയാലും എപ്പോഴും ഒരു സുഗന്ധപൂർണമായിരുന്നു. അവിടെയൊക്കെ പൊടിപടലങ്ങളൊന്നും കാണാൻ കിട്ടില്ല, എല്ലാം നല്ലതുപോലെ നനച്ചു കിടന്നിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് വളരെ എന്താ പറയുക അനുകൂലമായിരുന്നു കാര്യങ്ങളൊക്കെ എന്ന് പറയുക. നമ്മുടെ ഇവിടുത്തെ പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അഴുക്ക് ചാലുകൾ നിറഞ്ഞു കിടക്കുന്നതും അവിടെ കുപ്പ കൂടി കിടക്കുന്നതുമായിട്ടുള്ള നഗരങ്ങളല്ല. കരിണാം മദശീകരൈഹി എന്ന് പറഞ്ഞു.
കരികൾ, ആനകൾ, അവയുടെ മതശീകരം എന്ന് പറഞ്ഞാൽ മതജലം. അപ്പോൾ ആനയുടെ മതജലങ്ങൾക്കും സുഗന്ധമാണ്. വണ്ടുകൾ പോലും ദൂരേന്ന് ആകൃഷ്ടരായി ആ മതജലം സേവിക്കാനായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആ വലിയ വലിയ ആനകളുടെ ഘോഷയാത്ര അവിടെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലായ്പ്പോഴും തെരുവുകളിലൊക്കെ തന്നെ ഈ ആനകളുടെ മതജലമിറ്റ് വീണ് അതിന്റെ ഒരു സുഗന്ധം വേറെ. എന്നിട്ടോ സ്വാമിനം പ്രാപ്തം ആലോക്യ, ജനങ്ങളൊക്കെ പ്രാപ്തം സ്വാമിനം ആലോക്യ, തങ്ങളെ കാണാൻ എഴുന്നള്ളിയിരിക്കുന്ന സ്വാമിയെ, ആ രാമസ്വാമിയെ കണ്ടിട്ട് സുതരാം മത്താമിവ, അത്യന്തം മത്തരെന്ന പോലെ കാണപ്പെട്ടു. എല്ലാവരും ആനന്ദ മത്തരായിരുന്നു എന്ന് പറയണം. എല്ലാവർക്കും എപ്പോഴും സന്തോഷം. അയോധ്യാപുരിയിൽ എന്നും ഉത്സവം അല്ലേ? നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ എങ്ങനെയാണോ എല്ലാവരും ആനന്ദത്തോടെ ഉത്സാഹത്തോടെ എന്താ പറയുക, വാദ്യഘോഷങ്ങൾക്കൊക്കെ അനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ട് ആഘോഷിക്കുന്നത്, സന്തോഷിക്കുന്നത്, അതുപോലെയായിരുന്നു എന്നും അയോധ്യാപുരിയിലെ ജനങ്ങളുടെ അനുഭവം എന്ന് പറയണം. പ്രാസാദ ഗോപുര സഭാ ചൈത്യദേവഗൃഹാദിഷു വിന്യസ്തഹേമകലശൈഃ പതാകാഭിശ്ച മണ്ഡിതാം. പ്രാസാദ ഗോപുര സഭാ ചൈത്യദേവഗൃഹാദിഷു വിന്യസ്തഹേമകലശൈഃ പതാകാഭിശ്ച മണ്ഡിതാം. അപ്പോൾ പ്രാസാദങ്ങൾ അഥവാ മതിലുകൾ, ഗോപുരങ്ങൾ എന്നുവെച്ചാൽ ഗോപുരദ്വാരങ്ങൾ, അതുപോലെ സഭ, വലിയ സഭകള്, ചൈത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവാരാധനാസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ദേവഗൃഹാദിഷു ദേവാലയങ്ങൾ, ഇതിലൊക്കെ വിന്യസ്ത ഹേമകലശൈഃ, നല്ല സ്വർണ കലശങ്ങൾ, എന്താ പറയുക, സ്വർണകുംഭങ്ങൾ അലങ്കരിക്കപ്പെട്ടിരുന്നു. പതാകാഭിഹി മണ്ഡിതാം, പതാകകൾ, കൊടിക്കൂറകൾ കൊണ്ടും അലങ്കൃതങ്ങളായിരുന്നു. എല്ലായിടത്തും എന്താ പറയുക, ഗോപുരങ്ങളില് അതുപോലെ ക്ഷേത്രങ്ങളില് ഒക്കെ ഉള്ളതായിട്ടുള്ള ആ കുംഭങ്ങൾ, കലശങ്ങൾ എല്ലാം ശോഭിച്ചുകൊണ്ടിരുന്നു. സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള കലശങ്ങളെ കൊണ്ട് ശോഭിച്ചിരുന്നു. പതാകകൾ എല്ലാം എല്ലായിടത്തും പാറിക്കളിച്ചിരുന്നു. എല്ലാം കൊണ്ടും അലങ്കൃതങ്ങളായിരുന്നു അയോധ്യ നഗരം. പൂഗൈ സവൃന്ദൈരംബാഭിഃ പട്ടികാഭിഃ സുവാസസാം ആദർശൈർ അംശുകൈ സ്രഗ്ഭിഃ കൃതകൗതുകതോരണാം. പൂഗൈ സവൃന്ദൈരംബാഭിഃ പട്ടികാഭിഃ സുവാസസാം ആദർശൈരംശുകൈ സ്രഗ്ഭിഃ കൃതകൗതുകതോരണാം. ആ പുരിയെ വീണ്ടും വർണ്ണിക്കുകയാണ്. പൂഗങ്ങൾ സവൃന്ദൈഹി, സവൃന്ദം, വൃന്ദം എന്ന് പറഞ്ഞാൽ സമൂഹം, കുല എന്നർത്ഥമാണ്. പൂഗവൃന്ദം എന്ന് പറഞ്ഞാൽ കമുങ്ങിൻ കുല. അപ്പോൾ കവുങ്ങുകളുണ്ട്, അതിന്റെ കുലകളോട് കൂടിയിട്ട് അലങ്കാരമായിട്ട് കവുങ്ങുകൾ എല്ലായിടത്തും നാട്ടിയിട്ടുണ്ട്. അതിലൊക്കെ കുലകളോട് കൂടിയിട്ട്, കവുങ്ങിൻ കുലകളോട് കൂടിയിട്ട്. അതുപോലെ രംഭാഭിഹി, രംഭകൾ എന്ന് പറഞ്ഞാൽ വാഴ, നല്ല കുലവാഴകൾ എല്ലായിടത്തും അലങ്കാരങ്ങളായിട്ട് ഉണ്ട്. അതുപോലെ പട്ടികാഭി സുവാസസാം, സുവാസസാം പട്ടികാഭി, സുവാസസ് എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ, അവയുടെ പട്ടികകൾ എന്ന് പറഞ്ഞാൽ തോരണങ്ങൾ എന്നർത്ഥം. പട്ടിക എന്ന് പറഞ്ഞാൽ നീളത്തില് പട്ടിക പോലെ ആകൃതിയിൽ മുറിച്ച് തോരണങ്ങളാക്കി തൂക്കിയിരിക്കുന്നു എന്നർത്ഥം. നല്ല പട്ടിന്റെ ജരികകൾ, കസവുകൾ ഒക്കെ തോരണങ്ങളാക്കിയിട്ട് അലങ്കാരം ചെയ്തിരിക്കുന്നു. അതാണ് പട്ടികാഭിസുവാസസാം ആദർശൈഹി. ആദർശം കണ്ണാടി, ദർപ്പണം, മുകുരം എന്നൊക്കെ പറയുന്നത് കണ്ണാടി. അപ്പൊ ആദർശങ്ങൾ, കണ്ണാടികൾ അവിടെ അലങ്കാരമായി വെച്ചിട്ടുണ്ട്. അംശുകൈഹി, അംശുകങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ. സ്രഗ്ഭിഹി, പൂമാലകൾ. കൃത കൗതുക തോരണാം, കൗതുക സൂചകങ്ങളായിട്ടുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള തോരണങ്ങളും ചാർത്തിയിട്ടുണ്ട്. കുരുത്തോല, മാവില, ആലില മുതലായിട്ടുള്ള ഇലകളെ കൊണ്ടും മറ്റുമൊക്കെ തോരണങ്ങൾ ചാർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കവുങ്ങിൻ കുലകളോടുകൂടി കവുങ്ങുകൾ, വാഴക്കുലകൾ, വാഴകൾ, അതുപോലെ മറ്റേ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങളുടെ പട്ടികകൾ തോരണങ്ങളായിട്ട്, കണ്ണാടികൾ, അതുപോലെ വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, പൂമാലകൾ, അതുപോലെയുള്ള തോരണങ്ങൾ കൊണ്ടൊക്കെ നഗരം അലങ്കൃതമായിരുന്നു എപ്പോഴും. പൂഗൈ സവൃന്ദൈ രംഭാഭിഃ പട്ടികാഭിഃ സുവാസസാം
ആദർശൈരം സുഖൈസ്രഗ്ഭിഃ കൃത കൗതുകതോരണാം തമുപേയുസ്തത്ര തത്ര പൗരാ അർഹണപാദയഃ പാണയഃ ആശിഷോ യുയുജുർദേവ പാഹി മാം പ്രാക്ത്വയോദ്ധൃതാം തമുപേയുസ്തത്ര തത്ര പൗരാ അർഹണപാണയഃ ആശിഷോ യുയുജുർദേവ പാഹി മാം പ്രാക്ത്വയോദ്ധൃതാം തം ഉപേയുഃ തത്ര തത്ര പൗരാഃ അർഹണപാണയഃ തത്ര തത്ര അവിടെ അദ്ദേഹം എവിടെ ചെല്ലുന്നോ അവിടെ ഈ പൗരന്മാർ അർഹണപാണയഃ എന്ന് പറഞ്ഞാൽ കൈകളിൽ പൂജാദ്രവ്യങ്ങളുമായി കാഴ്ചദ്രവ്യങ്ങളുമായി അദ്ദേഹത്തെ ബഹുമാനിക്കാനായിക്കൊണ്ട് താലപ്പൊലികളുമൊക്കെ ആയിട്ട് തം ഉപേയുഃ അദ്ദേഹത്തെ സമീപിച്ചു. ശ്രീരാമനെ എതിരേറ്റു എന്നർത്ഥം. അപ്പൊ എല്ലാവരും കൈകളിൽ കാഴ്ചദ്രവ്യങ്ങളും മറ്റ് താലപ്പൊലികളുമൊക്കെ ആയിട്ട് പൂജാദ്രവ്യങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. തമുപേയുസ്തത്ര തത്ര പൗരാ അർഹണപാണയ. എന്നിട്ടോ അവരൊക്കെ ആശിഷുർ യുജുർ ദേവ പാഹീമാം പ്രാക്ത്വയോദ്ധൃതാം. ആശിഷഃ യുയുജുഹു, അവരെ പ്രാർത്ഥിക്കുകയും ആശിസ്സുകളെ യോജിപ്പിക്കുകയും ചെയ്തു. ചിലർ വൃദ്ധന്മാരായിട്ടുള്ളവരൊക്കെ രാമന് ആശീർവാദങ്ങൾ ചെയ്യും, അല്ലാത്തവർ അവരവരുടെ പ്രാർത്ഥനയെ ചെയ്യും. ആശിസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നും അർത്ഥം. അപ്പോ എന്താണ് അവർ പറഞ്ഞത്? ഹേ ദേവാ, അദ്ദേഹത്തെ ദേവാ എന്ന് വിളിച്ചുകൊണ്ട് പാഹി ഇമാം, പാഹി ഇമാം, ഇമാം പാഹി. ഇമാം എന്ന് പറഞ്ഞാൽ ഇവളെ, ഈ ഭൂമിയെ ഉദ്ദേശിച്ചിട്ടാണ് ഇമാം എന്ന്. അതുകൊണ്ട് പാഹീമാം എന്നാണ് ഒന്നിച്ച്. പാഹിമാം എന്നല്ല, പാഹിമാം എന്ന് പറഞ്ഞാൽ എന്നെ പാലിക്കൂ എന്നാണ്. മാം പാഹി, ഇവിടെ പാഹി ഇമാം, ഈ ഭൂമിയെ പരിപാലിക്കൂ. എങ്ങനെയുള്ള ഭൂമിയെ? പ്രാക് ത്വയാ ഉദ്ധൃതാം, പ്രാക് മുമ്പ്, ത്വയാ അങ്ങയാൽ ഉദ്ധരിക്കപ്പെട്ടത്. എപ്പോൾ? വരാഹമൂർത്തിയായിട്ട് ഉദ്ധരിച്ചതല്ലേ ഭഗവാൻ ഭൂമിയെ. അതൊക്കെ ഓർത്തുകൊണ്ട്, അപ്പോ ഈ നിൽക്കുന്നത് രാമൻ വിഷ്ണു തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ പലരും അദ്ദേഹത്തെ ആ ഭാവത്തിൽ സ്തുതിച്ചു എന്നർത്ഥം. മുമ്പ് ഹിരണ്യാക്ഷനാൽ വെള്ളത്തിന്റെ അടിയിലേക്ക് ഒളിച്ചു കടത്തിയ ആ ഭൂമിയെ അങ്ങ് വരാഹമൂർത്തിയായി ഉദ്ധരിച്ചില്ലേ? അതേ അങ്ങ് തന്നെ ഇപ്പോൾ ഇതിനെ പരിപാലിച്ചാലും ഈ ഭൂമിയെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു. ആശിഷോ യുജുർ ദേവ പാഹി മാം പ്രാക്ത്വയോദ്ധൃതാം. തദഃ പ്രജാവീക്ഷ്യ പതിം ചിരാഗതം ദിദൃക്ഷയോത്സൃഷ്ടഗൃഹാ സ്ത്രിയോ നരാഃ ആരുഹ്യ ഹർമ്യാണി അരവിന്ദലോചനം അതൃപ്തനേത്രാ കുസുമൈരവാഗിരൻ. തദഃ പ്രജാവീക്ഷ്യ പതിം ചിരാഗതം ദിദൃക്ഷയോത്സൃഷ്ടഗൃഹാ സ്ത്രിയോ നരാഃ ആരുഹ്യ ഹർമ്യാണി അരവിന്ദലോചനം അതൃപ്തനേത്രാഃ കുസുമൈരവാഗിരൻ. തതഃ പ്രജാഃ, അനന്തരം ആ പ്രജകൾ എല്ലാവരും തന്നെ വീക്ഷ്യ പതിം ചിരാഗതം, അവരുടെ പതിയെ, അവരുടെ നാഥനെ, ചിരാഗതം, വളരെ കാലം വനത്തിലായിരുന്നു, 14 വർഷം വനത്തിൽ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. അപ്പൊ വളരെ കാലത്തിന് ശേഷം തിരിച്ചു വന്നതായിട്ടുള്ള അവരുടെ നാഥനെ വീക്ഷ്യ, കണ്ടിട്ട്, ദിദൃക്ഷയാ ദ്രഷ്ടുമിച്ഛയാ, കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ. താഴെയൊക്കെ തിരക്ക്, ആളുകളെ മറഞ്ഞിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉത്സൃഷ്ടഗൃഹാഃ സ്ത്രീയഃ നരാഃ. ഉത്സൃഷ്ടഗൃഹാഃ എന്ന് പറഞ്ഞാൽ ഗൃഹകൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചവരായിട്ട് സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കൂട്ടരും അവരുടെ കർത്തവ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് കാത്തിരിക്കുകയാണ് രാമനെ കാണാൻ. എവിടെ? ആരുഹ്യ ഹർമ്യാണി. ഹർമ്യാണി ആരുഹ്യ, വലിയ മാളികകളുടെയൊക്കെ മുകളിൽ മട്ടുപ്പാവിലൊക്കെ കയറി നിന്നുകൊണ്ട്, ബാൽക്കണികളിലൊക്കെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കണം, വ്യക്തമായിട്ട് ദർശിക്കാൻ വേണ്ടി. അത്ര തിരക്കാണ് വീതികളിലൊക്കെ. അപ്പൊ അടുത്ത് നിന്ന് കാണാൻ നിവൃത്തിയില്ല ജനങ്ങളുടെ തിരക്ക് കാരണം. അതുകൊണ്ട് ഹർമ്യാണി ആരുഹ്യ, മാളികകളിൽ കയറി നിന്നുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് അരവിന്ദലോചനം അതൃപ്തനേത്രാഃ, അരവിന്ദലോചനനെ നോക്കി അതൃപ്ത നേത്രന്മാരായിട്ട്, എത്ര കുടിച്ചിട്ടും മതിയാവുന്നില്ല അവരുടെ കണ്ണുകൾക്ക് രാമരൂപം. അവരവിടുന്ന് കുസുമൈഹി അവാകിരന്, പുഷ്പങ്ങളെ കൊണ്ട് വൃഷ്ടി ചെയ്തു. അപ്പൊ അവര് മാളിക മുകളിൽ നിന്നുകൊണ്ട്
മട്ടുപ്പാവുകളിൽ നിന്നുകൊണ്ട് ബാൽക്കണികളിലൊക്കെ നിന്നുകൊണ്ട് അവര് രാമനെ പുഷ്പവൃഷ്ടി ചെയ്തു. രാമനെ കൊതിതീരെ കാണുകയാണ്. തദസ്പ്രജാവീക്ഷ്യപതിം ചിരാഗതം ദിദൃക്ഷയോർ സൃഷ്ടഗൃഹാ സ്ത്രിയോ നരാഹ ആരുഹ്യ ഹർമ്യാണി അരവിന്ദലോചനം അതൃപ്തനേത്രാഹ കുസുമൈരവാകിരൻ അധപ്രവിഷ്ട സ്വഗൃഹം ജുഷ്ടം സ്വൈഃ പൂർവരാജഭിഃ അനന്താഖിലകോശാഢ്യം അനർഘ്യോരുപരിച്ഛദം വിദ്രുമോദുംബരദ്വാരൈഃ വൈഡൂര്യസ്തംഭപംക്തിഭിഃ സ്ഥലൈഃ മാരഗതൈഃ സ്വച്ഛൈഃ വ്രാജസ്ഫടികഭിത്തിഭിഃ ചിത്രസ്രഗ്ഭിഃ പട്ടികാഭിഃ വാസോ മണിഗണാം ശുകൈഃ മുക്താഫലൈശ്ചിതുല്ലാസൈഃ കാന്തകാമോപപത്തിഭിഃ ധൂപദീപൈഃ സുരഭിർമണ്ഡിതം പുഷ്പമണ്ഡനൈഃ സ്ത്രീപുംഭിഃ സുരസംഗാശൈർജുഷ്ടം ഭൂഷണഭൂഷണൈഃ തസ്മിൻ സ ഭഗവാൻ രാമഃ സ്നിഗ്ധയാ പ്രിയചേഷ്ടയാ രേമേ സ്വാരാമധീരാണാം ഋഷഭഃ സീതയാ കില. അത പ്രവിഷ്ട സ്വഗൃഹം ജുഷ്ടം സ്വൈഃ പൂർവരാജഭിഃ അനന്താഖിലകോശാഢ്യം അനർഘ്യോരുപരിച്ഛദം വിദ്രുമോദുംബരദ്വാരൈഃ വൈഡൂര്യസ്തംഭപംക്തിഭിഃ സ്ഥലൈർമാരകതൈർ സ്വച്ഛൈഃ ഭ്രാജസ്ഫടികഭിത്തിഭിഃ ചിത്രസ്രഗ്ഭിഃ പട്ടികാഭിഃ വാസോ മണിഗണാം ശുകൈഃ മുക്താഭാലൈശ്ചിതുല്ലാസൈഃ കാന്തകാമോപപത്തിഭിഃ ധൂപദീപൈഃ സുരഭിഭിഃ മണ്ഡിതം പുഷ്പമണ്ഡനൈഃ സ്ത്രീപുംഭിഃ സുരസംഗാശൈഃ ജുഷ്ടം ഭൂഷണഭൂഷണൈഃ തസ്മിൻ സ ഭഗവാൻ രാമഃ സ്നിഗ്ധയാ പ്രിയചേഷ്ടയാ രേമേ സ്വാരാമധീരാണാം ഋഷഭഃ സീതയാ കില. അപ്പോ ആ രാജധാനി വർണ്ണിക്കുകയാണ്. അയോധ്യ രാജധാനി, രാമന്റെ കൊട്ടാരം എങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങളോട് കൂടിയതായിരുന്നു. അതിൽ രാമൻ തന്റെ പത്നിയോടുകൂടി രമിച്ചു എന്നുള്ള ആ ഭാഗം, ഇതിപ്പോ പട്ടാഭിഷേകം കഴിഞ്ഞ ആ സന്ദർഭത്തിലുള്ള കഥയാണ് ഇവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ രാമൻ സീതയോടുകൂടി സന്തോഷമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വർണ്ണിക്കുകയാണ്. അപ്പോ അധപ്രവിഷ്ട സ്വഗൃഹം, അത് സ്വഗൃഹം പ്രവിഷ്ട, തന്റെ ഗൃഹത്തിലേക്ക്, അയോധ്യാപുരിയില് തന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചവനായിട്ട് രാമൻ. അത് എങ്ങനെയുള്ളത്? ജുഷ്ടം സ്വൈഹി പൂർവരാജഭിഹി. സ്വൈഹി എന്ന് പറഞ്ഞാൽ സ്വകീയന്മാരായ പൂർവരാജഭിഹി, പൂർവീകരായ രാജാക്കന്മാരാൽ, അച്ഛനായ ദശരഥൻ, മുത്തച്ഛനായ അജൻ, അദ്ദേഹത്തിന്റെ അച്ഛനായ രഘു, അങ്ങനെ അവരുടെയൊക്കെ പൂർവീകന്മാരായ രാജാക്കന്മാരാൽ സേവിക്കപ്പെട്ടത്. ജുഷ്ടം സ്വൈഹി പൂർവരാജഭിഹി, അങ്ങനെയുള്ള സ്വൈഹി പൂർവരാജഭിഹി ജുഷ്ടം സുഗൃഷ്ടം പ്രവിഷ്ട, സ്വഗൃഹം പ്രവിഷ്ട. ഇനി ആ ഗൃഹത്തെ വർണ്ണിക്കുകയാണ്. അനന്താഖില കോശാഢ്യം, അനന്ത അഖില കോശാഢ്യം. അനന്തം എന്ന് പറഞ്ഞാൽ അളവില്ലാത്തതുമായിട്ടുള്ള, അഖിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാത്ത, എല്ലാ ദ്രവ്യങ്ങളും നിറഞ്ഞിരിക്കുന്ന കോശങ്ങൾ. കോശം എന്നാൽ ഭണ്ഡാരങ്ങൾ. അപ്പോൾ ധനധാന്യ സമൃദ്ധം, രത്നങ്ങളാകട്ടെ, അതുപോലെ സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, മറ്റ് ധാതുക്കളാകട്ടെ, അല്ലെങ്കിൽ ധാന്യ വൈവിധ്യങ്ങളാകട്ടെ, മറ്റ് ഏതൊക്കെ ദ്രവ്യങ്ങൾ നാട്ടിലേക്ക് ആവശ്യമുണ്ടോ എല്ലാം സമൃദ്ധം. അതാണ് അനന്തവും അഖിലവുമായ കോശങ്ങളാൽ ആഢ്യം. കോശമെന്നാൽ ഭണ്ഡാരം, ഗോഡൌൺ അല്ലെ, സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എല്ലാം. ധാന്യകോശം എന്ന് പറഞ്ഞാല് ധാന്യം സൂക്ഷിക്കുന്ന സ്ഥലം. വിത്തകോശം എന്ന് പറഞ്ഞാൽ ധനം സൂക്ഷിക്കുന്ന സ്ഥലം. കോശം എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അനർഘ്യ ഒരു പരിച്ഛദം, അനർഘ്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്. ഒരു ബഹു ധാരാളം, പരിച്ഛദം എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ.
ഇരിപ്പിടങ്ങളാകട്ടെ, കട്ടിലുകളാകട്ടെ, ഊഞ്ഞാലുകളാകട്ടെ, വേറെ ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഒരു കൊട്ടാരത്തിൽ എന്തൊക്കെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആവശ്യമാണോ എല്ലാം സമൃദ്ധം എന്നർത്ഥം. അതും വിലമതിക്കാനാവാത്തത് രത്നങ്ങൾ കൊണ്ടും സ്വർണം കൊണ്ടും ആനക്കൊമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉചിതമായ രീതിയിൽ പണിതിട്ടുള്ളത്. അനർഘ്യ ഉരുപരിച്ഛദം വിദ്രുമ ഉദുംബരദ്വാരൈഃ വൈഡൂര്യസ്തംഭപംക്തിഭിഃ സ്ഥലൈഃ മാരകതൈഃ സ്വച്ഛൈർ ഭ്രാജത് സ്ഫടിക ഭിത്തിഭിഃ. അപ്പൊ ഈ സ്വഗൃഹത്തെ അതെങ്ങനെയൊക്കെ ശോഭിക്കുന്നത് എന്ന് പറയണ വിദ്രുമ ഉദുംബരദ്വാരൈഃ, വിദ്രുമമയങ്ങളായിട്ടുള്ള ദേഹളികൾ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ദ്വാരങ്ങൾ, അങ്ങനെയുള്ള വലിയ വലിയ കവാടങ്ങളോട് കൂടിയത് എന്നൊക്കെ അർത്ഥം. പവിഴമാണ് വിദ്രുമം. അപ്പൊ പവിഴം കൊണ്ടുള്ളതായിട്ടുള്ള ദേഹളികളോട് കൂടിയ ദ്വാരങ്ങൾ എന്ന് വെച്ചാൽ കട്ടിളകളോട് കൂടിയ ദ്വാരങ്ങൾ എന്നൊക്കെ പറയാം. അതുപോലെ വൈഡൂര്യ സ്തംഭപംക്തിഭിഃ, വൈഡൂര്യം എന്ന രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്തംഭങ്ങൾ, തൂണുകൾ. അപ്പൊ തൂണുകളൊക്കെ വൈഡൂര്യ നിർമ്മിതം നിരനിരയായിട്ട്. മരകതൈഹി സ്വച്ഛൈഹി സ്ഥലൈഹി, സ്ഥലങ്ങൾ എന്നാൽ നിലം, ടൈൽസ് പതിച്ചിരിക്കുന്നതൊക്കെ മരകതമാണ്, പച്ചരത്നം. നമ്മൾ ഗ്രാനൈറ്റും മാർബിളും ഒക്കെ പതിക്കുന്ന സ്ഥാനത്ത് ഇവിടെ പതിച്ചിരിക്കുന്നത് മുഴുവൻ മരകതം കൊണ്ടാണ്. അങ്ങനെ മരകത സ്ഥലങ്ങൾ, സ്വച്ഛങ്ങൾ, അത് നിർമ്മലങ്ങളായി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അഴുക്കൊന്നും പിടിക്കാതെ നിർമ്മലങ്ങളായ സ്ഥലങ്ങളും. ഭ്രാജത് സ്ഫടിക ഭിത്തിഭിഹി, നല്ലതുപോലെ പ്രകാശിക്കുന്ന സ്ഫടിക നിർമ്മിതമായ ഭിത്തികൾ, ചുമരുകളെല്ലാം സ്ഫടിക നിർമ്മിതം. അതുപോലെ ചിത്രസ്രഗ്ഭിഹി, വിചിത്ര വർണ്ണങ്ങളുള്ള മാലകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. പട്ടികാഭിഹി, തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വാസോ മണിഗണാംശുകൈഹി, വാസസ്സുകൾ, വസ്ത്രങ്ങൾ, മണിഗണങ്ങൾ, രത്നങ്ങൾ. അംശുകങ്ങൾ എന്ന് പറഞ്ഞാലും പട്ടുകൾ, അവയുടെ അല്ലെങ്കിൽ കിരണങ്ങൾ എന്നർത്ഥം. അവയുടെ കിരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതും വസ്ത്രങ്ങളുടെയും രത്നങ്ങളുടെയും പ്രഭ കൊണ്ട് ശോഭിക്കുന്നതും. ചിതുല്ലാസൈഹി മുക്താജാലൈഹി, നല്ലതുപോലെ ചൈതന്യമായി ജ്വലിക്കുന്ന ഉല്ലസിക്കുന്ന മുക്താജാലങ്ങൾ എന്ന് വെച്ചാൽ മുത്തുമാലകൾ. മുത്തുമാലകളും ധാരാളമായിട്ട് ശോഭിക്കുന്നുണ്ട്. കാന്ത കാമോപപത്തിഭിഹി, കാന്തങ്ങൾ എന്നാൽ ആകർഷണീയങ്ങളായിട്ടുള്ള കാമ ഉപപത്തി എന്ന് പറഞ്ഞാൽ, കാമങ്ങൾ എന്നാൽ വിഷയങ്ങൾ, സുഖഭോഗത്തിനുള്ള വസ്തുക്കൾ, അതിന്റെ ഉപപത്തി ലഭ്യത. അപ്പൊ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങള്, പഴങ്ങള്, അല്ലെ, ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള തേന്, അല്ലെങ്കിൽ അതുപോലെയുള്ള മധുര പാനീയങ്ങള് എല്ലാം ധാരാളമായിട്ട് ഭോഗത്തിനായിക്കൊണ്ട് സമൃദ്ധമാക്കി വെച്ചിരിക്കുന്നു. അതാണ് കാന്ത കാമോപപത്തിഭിഹി സുരഭിഭിഹി ധൂപദീപൈഹി, നല്ല സൗരഭ്യമുള്ള ധൂപം, ദീപം മുതലായവ പ്രകാശിക്കുന്നു. പുഷ്പമണ്ഡനൈഹി ജുഷ്ടം, പുഷ്പാലങ്കാരങ്ങളെ കൊണ്ടും സേവിതമാണ്. ഭൂഷണഭൂഷണൈഹി സുരസംഗാശൈഹി സ്ത്രീപുംഭിഹി മണ്ഡിതം, ഭൂഷണങ്ങൾക്കും ഭൂഷണങ്ങളായിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അലങ്കാരങ്ങൾ അവരെ കൊണ്ട് അലങ്കരിക്കപ്പെടും എന്നർത്ഥം. ഇവര് ചാർത്തിയത് കൊണ്ടാണ് അലങ്കാരങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം. അല്ലാതെ അലങ്കാരങ്ങൾ ഇവരെ അലങ്കരിക്കുകയല്ല. അത്രയും നല്ല സുന്ദരന്മാരായിട്ടുള്ള സുരസംഗാശൈഹി, ദേവന്മാരെ പോലെ ശോഭിക്കുന്നവരായ സ്ത്രീ പുരുഷന്മാർ, അതാണ് സുരസംഗാശൈഹി സ്ത്രീപുംഭിഹി മണ്ഡിതം. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും സേവകന്മാരായി ഓടി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്വഗൃഹം പ്രവിഷ്ട, ആ സ്വഗൃഹത്തെ പ്രവേശിച്ച രാമൻ സ്വാരാമധീരാണാം ഋഷഭ എന്ന് പറഞ്ഞു. സ്വാരാമധീരന്മാരെന്നാൽ സ്വാരാമന്മാർ, ആത്മാരാമന്മാർ. സ്വസ്മിൻ രമതേതി സ്വാരാമഹ, സ്വരാജ്യത്തിൽ രമിക്കുന്നവർ, ആത്മാരാമന്മാരായ ധീരന്മാരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഋഷഭൻ, ശ്രേഷ്ഠനായിരിക്കുന്ന ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായ രാമൻ, ഭഗവാൻ രാമ, ഭഗവാനായ ഐശ്വര്യ പരിപൂർണനായ രാമൻ, സ്നിഗ്ധയാ പ്രിയചേഷ്ടയാ സീതയാ തസ്മിൻ രേമേ കില. സ്നിഗ്ധയാ, സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൾ, നല്ല മാർദ്ദവത്തോടെ പെരുമാറുന്നവൾ, സ്നേഹമുള്ളവളും,
പ്രിയചേഷ്ടയ, രാമൻ എന്താണോ പ്രിയം അത് ചേഷ്ടിക്കുന്നവളായിരുന്നു സീത. രാമന് അപ്രിയമായിരിക്കുന്നതൊന്നും പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം വേണ്ടത്, അല്ലേ? എന്താണോ ഭർത്താവിന് പ്രിയം അത് ഭാര്യ ചേഷ്ടിക്കുക, ഭാര്യയ്ക്ക് എന്ത് പ്രിയം അത് ഭർത്താവ് ചേഷ്ടിക്കുക. അങ്ങനെ ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്. അതാണ് പ്രിയചേഷ്ടയാ സ്നിഗ്ധയാ സീതയാ, സ്നേഹമയ്യായ സീതയോടുകൂടെ തസ്മിൻ രേമേഖില, തസ്മിൻ തന്റെ ഗൃഹത്തിൽ, സ്വഗൃഹത്തിൽ രമിച്ചു ഇത്രേ രാമൻ. പ്രശസ്തമായിട്ടുള്ള കാര്യം. അപ്പോൾ പട്ടാഭിഷേകം കഴിഞ്ഞ് കുറച്ചു കാലം സീതയുമായിട്ട് രാമൻ ഇങ്ങനെ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞു. അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ് ഇവിടെ വീണ്ടും. ബുഭുജേ ചയദാ കാലം കാമാൻ ധർമ്മം അപീഡയൻ വർഷപൂഗാൻ ബഹൂൻ നൃണാം അഭിദ്യാദാംഗ്രി പല്ലവ. ബുഭുജേ ചയദാ കാലം കാമാൻ ധർമ്മമപീഡയൻ വർഷപൂഗാൻ ബഹൂൻ നൃണാം അഭിദ്യാദാംഗ്രി പല്ലവ. നൃണാം അഭിദ്യാദാംഗ്രി പല്ലവ. നരന്മാരാൽ നൃണാം എന്ന് പറഞ്ഞാൽ നരന്മാർക്ക് അഭിദ്യാത അംഗ്രിപല്ലവ, നല്ലതുപോലെ ധ്യാനിക്കപ്പെടുന്ന പാദപല്ലവത്തോടു കൂടിയവനായ രാമൻ ധർമ്മം അപീഡയ, ധർമ്മത്തിന് യാതൊരു പീഡയും ഉണ്ടാക്കാത്ത രീതിയിൽ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് കാമാൻ വർഷപൂഗാൻ യഥാകാലം ബുഭുജെ. വർഷപൂഗങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷസമൂഹങ്ങൾ, പൂഗം എന്ന് പറഞ്ഞാൽ കുല, സമൂഹം എന്നർത്ഥം. ഇപ്പൊ വർഷപൂഗങ്ങൾ കാമങ്ങളെ, വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് യഥാകാലം ബുഭുജേ, കാലാനുസരണം ഭുജിച്ചു. അപ്പൊ ബഹുകാലം അദ്ദേഹം യഥായോഗ്യം സീതയുമായി കൊട്ടാരത്തിൽ കുറച്ചു കാലം കഴിഞ്ഞുകൂടി. പിന്നീടാണ് സീതയെ ഉപേക്ഷിക്കുന്ന കഥയൊക്കെ മുമ്പേ പറഞ്ഞു, അത് പിന്നീടുണ്ടായതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ളൊരു രാമന്റെ സുഖമായിട്ടുള്ള വാസത്തെ പറഞ്ഞുകൊണ്ടാണ് രാമായണം ഉപസംഹരിക്കുന്നത്. രാമരാജ്യത്തിന്റെ ഒരു മഹാത്മ്യം പറഞ്ഞുകൊണ്ട് പ്രജകളൊക്കെ എത്ര സന്തുഷ്ടരായിരുന്നു, സഹോദരന്മാരെല്ലാം എത്ര രാമന് അനുകൂലന്മാരായിരുന്നു, അനുസരണയുള്ളവരായിരുന്നു, അങ്ങനെ രാജ്യം എത്ര സമൃദ്ധമായിരുന്നു, എല്ലാവരും സംതൃപ്തരായിരുന്നു, സുരക്ഷിതരായിരുന്നു, എല്ലാവരും ആത്മജ്ഞാനം ഉള്ളവരായിരുന്നു എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം, ഈ രാമചരിതം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിയോം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശനിരൂപണ പ്രകരണേ രാമവൃത്തനിരൂപണം നാമ ഏകാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പോൾ ഇനി നാളെ രാവിലെ തന്നെ 12-ാം അധ്യായം കാണാം. സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. നാളെ രാവിലെ ഈ ലവകുശന്മാരുടെ വംശത്തെ പറഞ്ഞുകൊണ്ട് സൂര്യവംശം ഉപസംഹരിക്കുകയാണ്. അതിൽ നിമി വംശം കൂടി പറയാൻ, അത് അടുത്ത അധ്യായം 13-ൽ പറയും. നമുക്ക് ഇന്ന് ഉപസംഹരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.